അയ്യപ്പേട്ടാ, സോഷ്യൽ മീഡിയ മുഴുവൻ കടന്നൽ കൂട്ടങ്ങളാണ്. ആ കടന്നൽ കൂട്ടം വീണ്ടും ഇളകിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല കാര്യം, നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരിച്ചു, കാർ അപകടത്തിൽ മരിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് ഷൈൻ ടോമിന്റെ സ്വഭാവവും അദ്ദേഹവുമായൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കടന്നൽ കൂട്ടം അഴിച്ചു വിട്ടിട്ടുള്ളത്. ഇതിങ്ങനെ പോയാൽ ശരിയാകുമോ? ഇത് ഇങ്ങനെ പോയാൽ ശരിയാകുമെന്ന് ചോദിച്ചാൽ നമ്മൾ മറുപടി പറയാൻ ആണോ അല്ലയോ എന്നൊക്കെ പറയാനുള്ള തൻ്റെ ഇടമൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. സാമൂഹിക മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലെ കുറെ എംബോക്കികൾക്ക് കയറി മേയാനുള്ള ഇടമല്ല എന്ന് പച്ചയ്ക്ക് തന്നെ പറഞ്ഞുകൊണ്ട് ഞാനത് സംസാരിച്ചോളൂ. കാര്യം, സാമൂഹ്യ മാധ്യമത്തിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ ഷൈൻ ടോം ചാക്കോ എന്ന നടന്റെ അച്ഛനാണ് മരിച്ചത്. ആ ഡ്രൈവർ ഒരു നിമിഷം കണ്ണടച്ചു പോയത് കൊണ്ടുണ്ടായ ഒരു അപകടമായിരിക്കാം. അല്ല, അതുണ്ടായത് ലോറി പോയിരുന്ന ലോറി ദിശ മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടമാണ്. അത് ലോറി ദിശ മാറ്റിയിരുന്നാലും നമ്മൾ ഈ അപകടം നടന്നിരിക്കുന്ന സമയമൊക്കെ 2 മണി 3 മണി ഒക്കെ ആണെന്ന് നമ്മൾ എത്ര വലിയ എക്സ്പെർട്ട് ഡ്രൈവർമാരാണെങ്കിലും ഈ സമയത്തൊക്കെ നമ്മൾ വാഹനം നിർത്തിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും വിശ്രമിച്ചിട്ടൊക്കെ വണ്ടി എടുക്കാവൂ എന്നുള്ളൊരു ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമുക്കിതിൽ പറയാനുള്ളത്, ഏതെങ്കിലും ഒരു ഐഡിയയുടെ മറവിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ എംബോക്കിത്തരം വിളിച്ചു പറയുന്ന കുറേ നാറികളുണ്ട്, തന്തയില്ലാത്തവന്മാരുണ്ട്. കാര്യം, ഈ ഞാനിരുന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടെ പ്രജിത ഉൾപ്പെടെ നമ്മുടെ അച്ഛനെയും അമ്മയും തെറി വിളിക്കുന്ന കുറെ തന്തയില്ലാത്തവന്മാർ ഇതിനകത്തുണ്ട്. അപ്പൊ ഈ തന്തയില്ലാത്തവന്മാരാണ് ഇന്നലെ ഈ ഷൈൻ ടോം ചാക്കോ എന്ന നടന്റെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ ആ നടനെയും ആ കുടുംബത്തെയും എന്തെല്ലാം പറഞ്ഞു നിങ്ങൾക്കറിയാം. ഷൈൻ ടോം ചാക്കോ എന്ന നടനെ അവരുടെ കുടുംബത്തിന് വേണമെന്നുള്ളത് കൊണ്ടാണ് ചികിത്സയ്ക്കായി ആ സഹോദരൻ ഉൾപ്പെട്ട കുടുംബം കൊണ്ടുപോയത്. അത് ഈ വല്ല എമ്മമാർക്ക് അറിയാം. ഏതെങ്കിലും ഒരു ഐഡിയ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. അവൻ ഉറങ്ങി, അവൻ കൊണ്ടുപോയി കൊന്നതാണോ എന്ന് സംശയം. അവൻ ആര്? അയാള് ഒരു സാധാരണ നടനായിരുന്നു. ഈ മരണപ്പെട്ട ആളൊരു അധ്യാപകനാണ്, പ്രഥമ അധ്യാപകനുള്ള അവാർഡ് നേടിയതാണ്. ഈ എഴുതുന്ന എംബോക്കിക്ക് അറിയാവോ അയാൾ ആരാണെന്ന്? ആ മരിച്ച മനുഷ്യൻ ആരാണെന്ന് ഇവന് അറിയാമോ? യവന്റെ അപ്പനെ പറഞ്ഞ യവന്മാർ സഹിക്കൂ? ആ മനുഷ്യൻ മരണപ്പെട്ടത് അപകടത്തിൽ മരിക്കുമ്പോൾ ആ മകനെയും കൊണ്ട് ചികിത്സിക്കാൻ പോവുകയായിരുന്നു. ആ നടൻ ഒരു കള്ളനോ കാപട്യക്കാരനോ അല്ലെങ്കിൽ പോക്കറിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലീസിന്റെ മുമ്പേ വന്ന് സാർ ഞാൻ ചികിത്സയ്ക്ക് തയ്യാറാണ് സാർ എന്ന് അയാൾ പറയും. അയാൾ വക്കീൽ പറഞ്ഞ് പറയിച്ചത് നിങ്ങൾക്ക് രണ്ടാമതൊരു വിവക്ഷ പറയാമായിരിക്കാം. പക്ഷെ അവിടെയും അയാൾ ചെയ്തത് എന്താണ്? അയാൾ പറഞ്ഞു സാർ ഞാൻ പോകാം സാർ, ഞാൻ ചികിത്സയ്ക്ക് പോകാം സാർ. അങ്ങനെ ചികിത്സയ്ക്ക് പോകാൻ ഇറങ്ങിയതാണ് സഹോദരനും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട്. ആ പോകാൻ ഇറങ്ങിയ മനുഷ്യന് അപകടം സംഭവിച്ച് ഇത്തരത്തിൽ മരിക്കുമ്പോൾ ഇങ്ങനെ അതിനെ ഇവരെ കടകൾ കൂട്ടമെന്നല്ല പറയേണ്ടത്. ഇവനെയൊക്കെ വേറെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ അമേതത്തിൽ മുക്കിയ ചൂലുകൊണ്ടാണ് ഇവനെയൊക്കെ അടിക്കേണ്ടത്. അത്ര പോക്കൃത്തരാണ് ഇവന്മാർ കാണിക്കുന്നത്. 2, ഇത് ഒരു ഉദാഹരണം. അത് ഞാൻ ഈ വിഷയം തീർന്നിട്ടില്ല. 2, ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ കമന്റ് ഇടുന്നില്ലേ? ഈ കമന്റുകൾ എടുത്താണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ചിലർ പത്രത്തിൽ വാർത്തയൊക്കെ ആക്കുന്നത്. അതുകൊണ്ട് പത്രത്തിൽ വാർത്തയാക്കുന്നത് ഈ എംബോക്കുകൾ ഇടുന്ന കമന്റുകളാണ് എടുത്താക്കുന്നത്. 2, മറ്റൊരു കാര്യം കൂടെ. നവ്യ നായർ എന്ന നടി, അവരൊരു വേഷം, ഒരു പാവാടയും ഒരു ബ്ലൗസും ഇട്ടൊക്കെ വന്നൊരു സാധാരണക്കാരിയായി വന്നപ്പോൾ ഒരു പ്രമുഖ മലയാള മാധ്യമത്തിന്റെ ഓൺലൈനുകാർ പറഞ്ഞെന്നറിയോ? ഞങ്ങൾ കണ്ട നവ്യ നായർ നന്ദനത്തിലെ ഈ നന്ദനം സിനിമയിലെ അല്ലെങ്കിൽ മൗലികയിൽ ചൂടി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട, അതിൽ കണ്ട നവ്യ നായർ അല്ല എന്നൊരു മറുപടിയാണ് അവർ കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോഴേ മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി ഈ പറയപ്പെടുന്ന സോക്കോൾഡ് കടന്നൽ കൂടുകളുടെയൊക്കെ പിറകെയാണെന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. പ്രജിത എത്ര കാലമായിട്ട് ഈ ഫീൽഡിലുണ്ട്? സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് പ്രജിതയുണ്ടല്ലോ. പ്രജിതയെ എന്തെല്ലാം കമന്റുകൾ പ്രജിത വായിക്കുന്നുണ്ടെന്നറിയില്ല. ഞാൻ വായിക്കാറുണ്ട്. പ്രജിത വായിക്കാറുണ്ടോ? കമന്റുകൾ ഞാൻ വായിക്കാറുണ്ട്. പലതും അസഭ്യം എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിന് ചെവി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ പറയുന്ന ആളുകൾക്കൊന്നും നമ്മുടെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് നേർക്ക് നേർ നിന്നുകൊണ്ട് ഇതൊന്നും പറയാനുള്ള ഒരു ധൈര്യമില്ലാത്തവരാണ് വ്യാജ ഐഡികളിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്തവർ നേരെ നിന്ന് വന്ന് പറയട്ടെ, സ്റ്റുഡിയോ എവിടെയാണ്, അല്ലെങ്കിൽ ഫോൺ നമ്പർ നോക്കുക, നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, നിങ്ങൾ പറയുന്നത് ശരിയാണോ? ഇങ്ങനെ ഒരു എന്താ പറയുക, ഇതിന് ഇങ്ങനെ ഒരു മാനം കൂടിയില്ലേ? നിങ്ങൾ അത് കണക്കാക്കാറുണ്ടോ? ഇതൊന്നുമല്ല പറയുന്നത്. നീയൊക്കെ അവിടെ എന്തിനു വന്നിരിക്കുകയാണ്? നീയൊക്കെ എന്ത് തേങ്ങയാണ് പറയുന്നത്? അമ്മച്ചിയും അമ്മാവനും കൂടി എന്താണ് പറയുന്നത്? ചിലതൊക്കെ വായിക്കുമ്പോൾ ചില സമയം നോക്കിക്കഴിഞ്ഞാൽ ചിരി വരും. ഇതിപ്പോൾ ഈ ഒരു നമ്മൾക്ക് എന്നുള്ളതല്ല, പലരും അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളാണ്.
ഒരു എന്താ പറയുക, ഒരു വണ്ണമുള്ള സ്ത്രീ ആണെങ്കിൽ അവർക്ക് നേരെ ഉണ്ടാവുന്ന ബോഡി ഷെയ്മിങ്, തീരെ മെലിഞ്ഞ ഒരാളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബോഡി ഷെയ്മിങ്. ഇപ്പം നവ്യയെ തന്നെ ചേട്ടൻ പറയുന്നു, നവ്യയുടെ കാര്യം പറയുമ്പോൾ നവ്യ എല്ലാ കാലത്തും നന്ദനത്തിലെ വസ്ത്രധാരണം ആ പാവാടയും ബ്ലൗസും മാത്രം ഇട്ട് നടന്നാൽ മതിയോ? അല്ലല്ലോ. അവർക്ക് അവരുടേതായ ലൈഫുണ്ട്, അവരവരുടെ ലൈഫ് ആസ്വദിക്കുന്നു, അവർ വസ്ത്രധാരണം നടത്തുന്നു. ഇവർക്ക് എന്താണ് പ്രശ്നം? ഇവരെന്തിനാണ് ഇത്തരത്തിൽ പറയുന്നത്? ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യം പറയുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ നവ്യയുടെ ഈ വസ്ത്രധാരണത്തിന് ഈ ഒരു കമൻറ്റ് ചേർത്ത് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടില്ലേ? പലരുടെയും വസ്ത്രധാരണമൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ വളരെ എനിക്കതെങ്ങനെ പറയണമെന്നറിയില്ല, അത്തരത്തിലുള്ള വസ്ത്രധാരണം കാണുമ്പോൾ അതീവ സുന്ദരിയായി, അതീവ സുന്ദരിയായി, ഏത് മനുഷ്യനെ കണ്ടാലും അതീവ സുന്ദരിയായി. എന്തിനാണ്? എല്ലാ മനുഷ്യർക്കും സൗന്ദര്യമുണ്ട്. ഈ സൗന്ദര്യം ഉള്ളവനെ സൗന്ദര്യം ഇല്ലാത്തവരെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. സുന്ദരിയായി അല്ലെങ്കിൽ സുന്ദരനാണ്, തീർന്നില്ലേ? ഇപ്പോൾ നവ്യ ഇട്ട വസ്ത്രം ഇട്ടുകൊണ്ട് മറ്റേതെങ്കിലും ഒരു നടിയാണ് അവിടെ നിന്നിരുന്നെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾക്കോ ഈ പറയുന്ന ആളുകൾക്കോ ഈ വിഷമമൊന്നും ഉണ്ടാവില്ല. അവരിത് പ്രതീക്ഷിക്കുന്നില്ല. നവ്യ ഇങ്ങനെയൊക്കെ നടക്കണം, നവ്യ ഇങ്ങനെ മാത്രമേ വസ്ത്രധാരണം നടത്താൻ പാടുള്ളൂ. അത് അവർ കൽപ്പിച്ച് നൽകുന്നതാണ്. അവർക്ക് നവ്യയുടെ വസ്ത്രധാരണത്തെ പറ്റി പറയാനായിട്ട് ഈ പറയുന്നവരാരാണ്? അല്ല, അത് മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെ ഏറ്റെടുത്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ, അതാണ് ഞാൻ പറയുന്നത്. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് പറയുമ്പോൾ നവ്യയെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്താ പറയാ, ബിക്കിനി ഇട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ ഷൂട്ട് നടത്തുന്ന ഒരു ചിത്രം എടുത്തിട്ടിട്ട് മറ്റു പലരുടെയും സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന പലരുടെയും എടുത്തിട്ടിട്ട് അതീവ സുന്ദരിയായി, അതീവ ഗ്ലാമറസ് ആയി. അത് കൊടുക്കുമ്പോൾ ഇവർക്കൊരു ദണ്ണവും ഇല്ലല്ലോ, അത് കാണുമ്പോൾ ഇവർക്കൊരു വിഷമവും ഇല്ലല്ലോ. അതെന്താ? അപ്പോൾ രണ്ട് പക്ഷമാണ് ഇതില്, രണ്ട് പക്ഷമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവർ നടക്കണം, ഇന്ന ആളുകൾ നടക്കണം. ഈ ബിക്കിനി ഇട്ട് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞില്ലേ, അതൊരു തെറ്റാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്, അവരിതൊക്കെ ചെയ്യും. അതുകൊണ്ട് അത് അതീവ ഗ്ലാമറസും അതീവ സൗന്ദര്യവതിയുമാണ്. നവ്യയുടെ കുടുംബത്തിന് ഇതുവരെയും നവ്യയുടെ ഒരു കുടുംബത്തിന് ചേരാത്ത രീതിയിൽ എന്നുള്ളതല്ല. നവ്യ അഭിനയത്തിലേക്ക് വരുമ്പോൾ പോലും നവ്യ പറഞ്ഞൊരു കാര്യമാണ്, എനിക്കും എൻ്റെ കുടുംബത്തിനും ചേരുന്ന ഒരു റോള് വരികയാണെങ്കിൽ, അവർക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത ഒരു റോള് വരികയാണെങ്കിൽ ഞാൻ അഭിനയിക്കും. അത് അവരുടെ നിലപാടാണ്. അതിൽ ഏത് ചേരുന്നതാണ് ഏത് തനിക്ക് ചേരാത്തതാണ് എന്ന് നിലപാടെടുക്കേണ്ടത് നവ്യയാണ്. അതിൽ നിലപാടെടുക്കേണ്ടത് നവ്യല്ലേ? ഇവരെന്തിനാ കൽപ്പിച്ചു കൊടുക്കുന്നത്? അല്ല, ഇതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നവ്യയുടെ കാര്യം പ്രീത പറഞ്ഞു. സ്വന്തം അച്ഛൻ ഒരു വേള ആ അപകടത്തിൽ മരണപ്പെട്ടു. ആ നടന്റെ മാനസികാവസ്ഥ ഇവർ ചിന്തിക്കുന്നു. ആ നടനെ കുറിച്ച് ഇവർ എന്തെല്ലാം ക്രൂശിക്കൽ നടത്തിയിട്ടുണ്ട്. അവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചതായിരിക്കാം, അവൻ തന്നെ കൊണ്ടുപോയിട്ട് തള്ളിയിട്ട് കൊന്നതായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും സാധൂകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇതിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ആരൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരിക്കലും ചേട്ടാ നമ്മൾ കണ്ടിട്ടില്ല. ആ ഡ്രൈവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും, ഡ്രൈവറാണ് വണ്ടി ഓടിച്ചത് അതാണോ അല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിന് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയാണ്. ആ ഒരു കുടുംബത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. ഒരു ദുരന്തം സംഭവിച്ച കുടുംബത്തിലേക്ക് പറയാവുന്ന കാര്യങ്ങളല്ല ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാകേണ്ടതാണ്. ബാക്കി അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷണ വിധേയമാകണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. പക്ഷേ ആ കുടുംബത്തിൽ ഈ പറയുന്ന നടൻ ഏത് രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് എന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അയാൾ ഒരു ചികിത്സയ്ക്കായി പോകുന്നു. ആ ചികിത്സയ്ക്കായി പോകുന്നിടത്തേക്ക് ഈ പറയുന്ന അച്ഛനും അമ്മയും ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി പോകുന്ന സമയത്ത് അവരുടെ വീട്ടിലുണ്ടായ ഒരു ദുരന്തം. അയാൾക്ക് അയാളുടെ അച്ഛനെ നഷ്ടപ്പെടുന്നു. അയാളുടെ അച്ഛനായിരുന്നു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന സ്വഭാവ വൈകല്യങ്ങളെല്ലാം ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നപ്പോൾ ആ വ്യക്തിക്കാണ് അത്രയും ബാക്ക് ബോൺ ആയിരുന്ന ആളാണ് നഷ്ടപ്പെടുന്നത്, അച്ഛനാണ് നഷ്ടപ്പെടുന്നത്. അയാൾക്ക് മനോവേദന ഉണ്ടാകും. അത് അയാൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ പോലെ കരഞ്ഞു കാണിക്കണം എന്നൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം കരഞ്ഞു കാണിക്കാൻ പറ്റും. ചിലർ അങ്ങനെയല്ല കാണിക്കുക. കരഞ്ഞ അയ്യോ എന്ന് പറഞ്ഞാൽ അയ്യോ കുട്ടി
കരഞ്ഞിട്ടായിരിക്കില്ല കാണിക്കുന്നത്. അയാൾക്കും മനോവേദന ഉണ്ടാകും. ഇതിന് എവിടെ ലിമിറ്റ് വരണമെന്നുള്ളത് ഓരോ മനുഷ്യരും ചിന്തിക്കണം. നമുക്കിവിടെ ഇരുന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഇവരെല്ലാവരും മനസ്സിലാക്കും അങ്ങനെയൊന്നും ധാരണയൊന്നും നമുക്കില്ല, ഒരിക്കലും നമുക്ക് ആ ധാരണ അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഇത് എന്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്ത് മനോവേദന ഉണ്ടാവും, എനിക്ക് എന്ത് ദണ്ണം ഉണ്ടാവും, ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അല്ല, ഈ ബോബി ചെമ്മണ്ണൂര് നടി ഹണി റോസിനെ ബന്ധപ്പെട്ട ഉള്ള വിഷയം ഉണ്ടായപ്പോൾ 53 വയസ്സുകാരനെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചൊരു കഥ അറിയാമല്ലോ, ഒളിഞ്ഞിരുന്നു കൊണ്ട് ആക്രമിച്ച. ഏതായാലും പ്രജിത പറഞ്ഞു വായിക്കാറില്ല നോക്കാറില്ല എന്ന് കമന്റുകൾ. ഞാനും അത്യാവശ്യം ഇങ്ങനെ നോക്കാറേ ഉള്ളൂ. നിരവധി മരണപ്പെട്ടുപോയ അച്ഛനെ, മരണപ്പെട്ടുപോയ അമ്മയെ ഒക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും നമുക്കിപ്പോ ഇവരെ നന്നാക്കാനൊന്നും പറ്റില്ല. ആത്മരതിയാണ്. അതെ, തീർച്ചയായിട്ടും ഒരു ആത്മരതിയാണ്. ഏതായാലും ഒരു മരണമുഖത്ത് നിന്ന് സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരനാണ് ഷൈൻ ടോം ചാക്കോ. അദ്ദേഹത്തെ നന്നാക്കാനാണ് അവർ ഇറങ്ങിത്തിരിച്ചത്. അദ്ദേഹത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ പറഞ്ഞു, മരണപ്പെട്ട അച്ഛനെ കൊണ്ട് തള്ളിയിട്ട് കൊന്നതാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. ഇപ്പോൾ നവ്യ നായരുടെ കാര്യം, പിന്നെ അത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. ഓരോ മാധ്യമങ്ങൾക്കും ഓരോ മാധ്യമങ്ങളുടെ അവരുടെ സ്റ്റൈലുണ്ട്. പണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ക്ലാസ്സിന് പങ്കെടുക്കുമ്പോൾ അവിടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമാണ്. മനോരമ പത്രത്തിൻ്റെ ഒരു ഹെഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. നടു റോഡിൽ കമിതാക്കളുടെ കാമകേളി എന്നാണ് ഹെഡിങ്. അപ്പോൾ മനോരമ പത്രം എടുത്ത് നോക്കുമ്പോൾ, ഒരു സാധാരണക്കാരൻ നോക്കുമ്പോൾ, ഈ നടു റോഡിൽ കമിതാക്കളുടെ കാമകേളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ, ഏതെങ്കിലും ലൈസൻസ് ഇല്ലാതെ ഒരു പെണ്ണും ചെക്കനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ പുരുഷനോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയെന്ന്. സംഭവം അതൊന്നുമല്ല. ഒരു പശുവിൻ്റെ പിറകെ ഒരു കാള പോയതാണ്. ഒരു പശുവിൻ്റെ പിറകെ ഒരു കാള പോയതാണ് വാർത്ത. ഇതിനെയാണ് മനോരമയുടെ ആ ഒരു ഭാഷ മനോരമ എഴുതിയത്. അപ്പോൾ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ ഒരു ശൈലിയുണ്ട്. അത് മുഖ്യധാരാ മാധ്യമങ്ങൾ. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഒരു കാശിനും കൊള്ളാത്ത അവരുടെ ഈ പറയുന്ന കമൻസുകൾ എടുത്തിട്ട് ഒരു മുഖ്യധാരാ മാധ്യമങ്ങൾ ഹെഡിങ് ഉണ്ടാക്കുമ്പോൾ ഒരു വേള നമ്മളെപ്പോലെ സാധാരണ വായനക്കാരൻ ഈർഷ്യതയോടെ ഇത് നോക്കിക്കാണുള്ളൂ. എന്ത് പറയുന്നു? അതെ.